ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങളിൽ സ്തോത്രം ചെയ്യാണ്. കാലത്ത് അല്പേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. അതിനായിട്ട് റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 16:20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. മതി. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ മുൻപിലുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഈ 16-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഒത്തിരി പേരുകൾ പറഞ്ഞ് വളരെ അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ അഭിവാദനങ്ങൾ പറയുന്നതായ പൗലോസിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. 10-22 പേരുടെ പേര് പറഞ്ഞ് അവരെ അഭിനന്ദിക്കുന്നത് കാണാം. അതിനുശേഷം ഒരു ചില മുന്നറിയിപ്പുകളൊക്കെ കൊടുത്തതിന് ശേഷം ഈ റോമാലേഖനം എഴുതി അവസാനിപ്പിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകമായ ഉപദേശം കൊടുത്ത് താൻ അവസാനിപ്പിക്കുക നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് പൽക്കാലം വചനം കേൾക്കുക, വിശ്വസിക്കുക. വചനം കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കണം. അത് മാത്രമല്ല നമ്മൾ വിശ്വസിക്കുക, അതിന് ആമേൻ പറയുക. കർത്താവ് ഞാൻ കേൾക്കുന്നതായ വചനം അങ്ങനെ തന്നെ എന്ന് അതിനെ ആമേൻ പറയുക. ദൈവം പ്രവർത്തിക്കും. പലപ്പോഴും ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, എന്നാൽ ആ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കാത്തത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഇന്ന് പോൽക്കാലം വചനം കേൾക്കുമ്പോൾ നമ്മൾ അതേപടി അതിനൊട്ടും വ്യത്യാസമില്ലാതെ ഞാനും നീയും വിശ്വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, നമ്മളത് വിശ്വസിക്കുന്നുവെങ്കിൽ അതിനെ ആമേൻ പറയുക. കർത്താവേ അങ്ങനെ തന്നെ എന്റെ ജീവിതത്തിൽ നീ അത് ചെയ്യുമെന്ന് നീ ആമേൻ അതിന് പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് പകൽക്കാലം കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെ കരങ്ങളിൽ നമ്മുടെ കർത്താവിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, ഹല്ലേലൂയ, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. ഞാൻ മറ്റൊരു ട്രാൻസ്ലേഷൻ ഗ്രീക്ക് ഭാഷയിൽ അത് പോയി പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ മലയാളീകരിച്ച് ഇവിടെ എഴുതി വെക്കാനിടയായി തീർന്നു. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴാക്കി തകർത്ത് കളയും. ഹല്ലേലൂയ. അവിടെ അല്പം കൂടെ എന്തുവാണ് കട്ടിക്കൂട്ടിയാണ് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത്. സമാധാനത്തിന്റെ ദൈവം പിന്നീടല്ല, ഉടൻ തന്നെ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ. എന്നിട്ട് പറയാണ് പിശാചിനെ നിങ്ങളുടെ കാൽ കീഴാക്കി എന്തുവാണ് തകർത്ത് കളയും. അവിടെ നമ്മൾ വായിച്ച ഹല്ലേലൂയ മലയാളത്തിൽ നമ്മൾ വായിച്ചു ചതച്ചു കളയും, എന്നാൽ ഇവിടെ തകർത്ത് കളയും. തകർത്ത് കളഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊടി പോലും കാണുകയില്ല. ആ രീതിയിൽ എന്തുവാണ് ഹല്ലേലൂയ സമാധാനത്തിന്റെ ദൈവം ഹല്ലേലൂയ എനിക്കും നിനക്കും തകർക്കുവാൻ കഴിയാത്തതായ വിഷയങ്ങളെ തകർത്ത് കളയുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നതായ ദൈവത്തിന്റെ മക്കളെ കരങ്ങളിൽ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയാണ് സമാധാനത്തിന്റെ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ദൈവം എന്തുവാണ്? സമാധാനത്തിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിലാണ്ട് 429 പ്രാവശ്യം സമാധാനം എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്ക് തന്നെ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 1025 വാക്യങ്ങളിലായിട്ട് ആ സമാധാനത്തിന്റെ ദൈവത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന വെളിപ്പാട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ സമാധാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 3 തരത്തിലുള്ളതായ സമാധാനത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഒന്ന്, സ്പിരിച്വൽ പീസ്. പീസ് വിത്ത് us, പീസ് വിത്ത് ഗോഡ്, അല്ലെങ്കിൽ ദൈവവുമായുള്ളതായ സമാധാനം. ഒരു സ്പിരിച്വൽ പീസ് എന്ന് പറയുമ്പോൾ ഞാനും ദൈവവുമായിട്ടുള്ളതായ സമാധാനത്തിനാണ് സ്പിരിച്വൽ സമാധാനം, അല്ലെങ്കിൽ സ്പിരിച്വൽ പീസ്. പീസ് വിത്ത് ഗോഡ്. കർത്താവ് ഹല്ലേലൂയ നമുക്ക് തന്നിരിക്കും അവനോടുള്ളതായ ആ സമാധാനത്തിനായി നമുക്ക് ഈ പൽക്കാരം കരങ്ങളിൽ സ്തോത്രം ചെയ്യാം.
അത് മാത്രമല്ല, രണ്ടാമത്തെ സമാധാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ റിലേഷണൽ പീസ് അല്ലെങ്കിൽ പീസ് വിത്ത് അതേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ളതായ സമാധാനം. അപ്പോൾ ദൈവത്തോട് നമുക്ക് സമാധാനം വേണം, അപ്പോൾ തന്നെ എന്തുവാണ്, മനുഷ്യരോടും സമാധാനം വേണം. അതുകൊണ്ടാണ് റിലേഷണൽ പീസ് അല്ലെങ്കിൽ പീസ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ടുള്ളതായ സമാധാനം. മൂന്നാമത്തെ സമാധാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ എമോഷണൽ പീസ് ആൻഡ് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പീസ് വിത്തിന് അവേഴ്സെൽസ്, നമ്മളിലുള്ളതായ സമാധാനം. ഹല്ലേലൂയ. നമുക്ക് കർത്താവ് സമാധാനം തരും, നമ്മളിലുള്ളതായ സമാധാനമുണ്ട്. എന്നാൽ യേശുവുമായിട്ടുള്ളതായ ആ സമാധാനം തുടങ്ങുമ്പോഴാണ് മറ്റുള്ള സമാധാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ യേശുവുമായിട്ട് ഒരു സമാധാനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായ വ്യക്തിക്ക് തീർച്ചയായിട്ടും മറ്റ് റിലേഷണൽ സമാധാനവും അതുപോലെ എമോഷണൽ സമാധാനവും മറ്റുള്ളവരുമായി സമാധാനവും അതുപോലെ തന്നെ നമ്മൾക്ക് തന്നെ എന്തുവാണ് സമാധാനം അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഒന്നാമത് ദൈവമായുള്ള സമാധാനം. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ റോമാലേഖനം 5:1 വായിക്കാം. ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ ഹല്ലേലൂയ, ഇവിടെ വിശ്വാസത്താൽ നമ്മളിലൊരു നീതീകരണം നടന്നു. വിശ്വാസത്താലാണ് സംഭവിക്കുന്നത്. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം എന്തുവാണ്, ദൈവത്തോടെ സമാധാനം ആർക്കുണ്ട്? ഒരു ദൈവവൈതലുണ്ട്. ഒരു ദൈവ വൈതലിന് കിട്ടിയിരിക്കുന്നതായ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദൈവമായിട്ടുള്ളതായ ഒരു സമാധാനം എനിക്കും നിനക്കും ലഭിക്കുവാൻ ഇടയായിത്തുന്നു. ലോകത്തിലെ അനേകര് ഈ ദൈവമായിട്ടുള്ളതായ സമാധാനം ലഭിക്കാതെ ഇരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ദൈവത്തോടുള്ളതായ ആ സമാധാനത്തെ കുറിച്ചുള്ളതായ ആ വലിയ വെളിപ്പാട് കർത്താവ് നമുക്ക് തന്നതിനായി പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എഫേസ്യ ലേഖനം 2:12 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കാം. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എഫേസ്യർ ഉള്ളതായ വിശ്വാസികളോട് പൗലോസ് പറയുന്നത് വായിച്ചാട്ടെ. 12 മുതലുള്ളതായ വാക്യങ്ങൾ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തെ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ആരാണ്? നമ്മുടെ സമാധാനം. എന്നിട്ട് പറയാണ്, ഇരുപക്ഷത്തെയും എന്തുവാണ് ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്നെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചുവർ എന്തുവാണ് ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹൂദന്മാരും ജാതികളുമായിട്ട് എന്തുവാണ് സമാധാനമില്ലാതെ, അവർ തമ്മിലൊന്ന് അടുക്കുവാൻ സാധിക്കാതെ അവരെ അകന്ന് ജീവിച്ചതായ കാലഘട്ടം ഉണ്ടായിരുന്നു. അവരെ ഇസ്രായേൽ പൗരതയോടെ ജാതികൾക്ക് യാതൊരു സംബന്ധമില്ലാത്തവരായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പൗലോസ് പറയാണ്, ഹല്ലേലൂയ, ആ ഒരു എന്താണ് വലിയ മതില്, ജാതികൾ എന്നുള്ളതായ യഹൂദന്മാരുമുള്ളതായ ആ വ്യത്യാസത്തിന്റെ വേർപാടിന്റെ ആ മതിൽ എന്തുവാണ് ഇടിച്ചെന്തുവാണ് അവരുടെ ഇടയിൽ എന്തുവാണ് സമാധാനം ആരുണ്ടാക്കി? കർത്താവ് വലിയ സമാധാനം ഉണ്ടാക്കി. അപ്പോൾ ആ സമാധാനത്തിന്റെ ദൈവം എന്തുവാണ് ജാതികളെ കൂട്ടിയോജിപ്പിക്കുന്നു. സമാധാനത്തിന് ദൈവം കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നു. സമാധാനത്തിന് ദൈവം ജാതികളെ കൂട്ടി യോജിപ്പിക്കുന്നു. സമാധാനത്തിന് ദൈവം എന്നെ ഇതിനെ എന്തുവാണ് കൂട്ടിയോജിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ സമാധാനത്തിന്റെ ദൈവം എന്തുവാണ് പ്രവർത്തിച്ച് ജാതികളായിട്ടുള്ളതായ ആളുകളെ ഇസ്രായേൽ പൗരതയോടെ യാതൊരു സംബന്ധമില്ലാത്തവരെ എന്തുവാണ് അതിനകത്ത് കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നു. അതിനാണ് പറയുന്നത് ദൈവത്തിന്റെ സമാധാനം. അങ്ങനെ ദൈവം എന്തുവാണ് ഒരു വലിയ സമാധാനം എന്തുവാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ ദൂരസ്ഥരായിരുന്നു, എന്നാൽ അവരെ എന്തുവാണ് സമീപസ്ഥരാക്കി. അത് ആ യേശുവിന്റെ സമാധാനമാണ് ദൂരത്തായിരുന്നവരെ സമീപത്താക്കിയത്. ഹല്ലേലൂയ. നമ്മൾ തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ കൊലോസ്യലേഖനം 3:15 നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലെ വാഴട്ടെ. അപ്പോൾ ഒരു ദൈവ പൈതലിനെ കർത്താവ് സമാധാനം തന്റെ നീതീകരണത്താൽ എന്തുവാണ് അവൻ നീതീകരിച്ച് അവൻ സമാധാനം തന്നു. സമാധാനം കർത്താവിന്റെ ദാനമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ദാനമാണ് സമാധാനം. അതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27 എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്
തരുന്നു. യേശു തരുന്ന സമാധാനം എന്താണ് ഈ ലോകത്തിലെ ലോകത്തിന് എടുത്തു കളയുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ യേശു തരുന്ന സമാധാനം ഈ ലോകത്തിന് തരുവാൻ സാധിക്കുകയില്ല. യേശു തരുന്ന സമാധാനം എന്താണ് ഈ ലോകത്തിലെ ആർക്കും തരുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം, യേശു തന്ന സമാധാനം നിന്നിൽ നിന്ന് ആർക്കും എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞതിന് ശേഷം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാള് അവരുടെ ഭവനത്തിൽ എന്തുവാണ് വാതിലൊക്കെ അടച്ചിട്ട് യഹൂദന്മാരെ ഭയപ്പെട്ട് അവരായിരിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നവർക്ക് അറിയത്തില്ല. പല ചോദ്യങ്ങളെ അവിടെ ഹൃദയത്തില് ഉയരുന്നുണ്ട്. ഞങ്ങളുടെ മശിഹായെ കഴിഞ്ഞ ദിവസം ക്രൂശിച്ചുവെങ്കിൽ, അദ്ദേഹത്തെ ഇത്രമാത്രം അവർ ഉപദ്രവിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ഞങ്ങളെയും എന്തുമാണ് ഇവർക്ക് ചെയ്യാമെന്നുള്ളതായ ചിന്ത അവരെ ഭരിച്ചു കാണും. അങ്ങനെ ഭയപ്പെട്ട് അവര് വാതിലടച്ചിട്ട് ആ ഭവനത്തിലായിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ യേശുവിടെ അടുത്തേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യേശു എന്തുവാണ് സമാധാനത്തിന്റെ ഉടയവൻ യേശുവാണ്. സമാധാനം തരുന്നത് നമ്മുടെ കർത്താവാണ്. ഇന്ന് വൽക്കാലം ആരെങ്കിലും എന്തുവാണ് ജീവിതത്തിലെ എനിക്ക് സമാധാനമില്ല, ഞാൻ മുന്നോട്ട് പോവുകയാണ്, ചില നാളുകളായി ചില ആഴ്ചകളായി, ഹല്ലേലൂയ, എന്റെ സമാധാനം നഷ്ടപ്പെടുന്നതായ ചില വിഷയങ്ങളെ എന്നിലുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ഇന്ന് വൽക്കാലം, ഹല്ലേലൂയ, ആ ശിഷ്യന്മാരോട് പറഞ്ഞതായ അതേ കർത്താവ് ഇന്ന് വൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ യേശു എന്നോടും നിന്നോടും വ്യക്തിപരമായിട്ട് പറയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നുവെന്ന്. എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരും. അത് ഏറ്റുവാങ്ങുവാൻ നമുക്ക് സാധിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് പോലക്കാലം കർത്താവ് തരുന്നതായ ആ സമാധാനം നമ്മൾ വാങ്ങണം. അപ്പോൾ ദൈവം എന്തുവാണ് ഹല്ലേലൂയ തൻ്റെ ക്രൂശിലൂടെ ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ നീതീകരിച്ച് അവരുടെ മക്കളാക്കി ഒരു സമാധാനം എസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ പാപം നമ്മളെ എന്തുവാണ് ദൈവിക സമാധാനത്തിൽ നിന്ന് എപ്പോഴും അകറ്റി നിർത്തും. ഹല്ലേലൂയ. പാപം തുടർമാനമായിട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ ഒരു വ്യക്തിക്ക് എന്തുവാണ് ദൈവമായിട്ടുള്ളതായ സമാധാനം നഷ്ടപ്പെടും. അപ്പോൾ ഹല്ലേലൂയ ചിലർക്ക് ആരാധിക്കുവാൻ സാധിക്കുന്നില്ല, ചിലർക്ക് വേണ്ടിയില്ല അങ്ങോട്ട് എന്തുവാണ് ഹല്ലേലൂയ ഒന്ന് ഫ്രീ ആയിട്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും എന്തുവാണ് ഒരു ഗിൽറ്റി ഫീലിംഗ് കൊണ്ട് എന്തോ ഒക്കെ എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്, പരാജയമുണ്ട്, പാപമുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് എന്തുവാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഒട്ടും എന്തുവാണ് അങ്ങോട്ട് ദൈവത്തിന്റെ കരങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ ഹല്ലേലൂയ ദൈവമായിട്ടുള്ളതായ സമാധാനം നഷ്ടപ്പെട്ട് ചർച്ചിന്റെ മെമ്പർഷിപ്പ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ പാപം ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മൾ ദൈവമായിട്ടുള്ളതായ സമാധാനത്തിന് ഒരു വിടവ് സംഭവിക്കുകയാണ്. അപ്പോൾ ദൈവമായിട്ടുള്ളതായ സമാധാനത്തിന് വിടവ് ഉണ്ടാകാതെ ഇരിക്കണമെങ്കിൽ എന്തുവാണ് ഒരു വിശുദ്ധ ജീവിതം നമ്മൾ ചെയ്യണം. ഒരു വിശുദ്ധ ജീവിതം ചെയ്യുന്നതായ വ്യക്തിക്ക് എപ്പോഴും എന്തുവാണ് ദൈവമായിട്ടുള്ളതായ ഒരു സമാധാനം ഉണ്ടാകും. അത് ഉണ്ട് എന്നുള്ളത് വലിയ വലിയ ഒരു യാഥാർത്ഥ്യമാണ്. 1 തെസ്സലോനിക്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 3 ഇങ്ങനെയാണ് തെസ്സലോനിക്കുള്ളതായ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞത്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പോൾ എന്തുവാണ് സമാധാനത്തിന്റെ ദൈവം എന്തുവാണ് ഹല്ലേലൂയ സമാധാനം തരികയല്ല, നമ്മളെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്ന് ദൈവത്തിന് വാഴ്ത്തി പറയുന്ന പോലെ എനിക്ക് നിങ്ങൾക്കും എന്തുവാണ് ദൈവത്തോടെ ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ, ഒരു സമാധാനമായി ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാപത്തിൽ നിന്ന് എപ്പോഴും യാത്ര പറഞ്ഞ് പാപത്തോട് പോരാടി ഹല്ലേലൂയ അതിനെ അതിജീവിച്ച് അതിനെ ജയമെടുത്ത് ജീവിക്കുന്നതായ ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് എപ്പോഴും ദൈവമായിട്ടുള്ളൊരു സമാധാനം കാണും. ഫിലിപ്പിയ ലേഖനം 4:9 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതുപോലെ 2 തെസ്സലോനിക്യ ലേഖനം 3:16 ഇങ്ങനെ വായിക്കുന്നു, സമാധാനത്തിന്റെ കർത്താവ് ആയവൻ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ കൊരിന്ത്യരോട് പറഞ്ഞു. 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 13-ാം അധ്യായം 11-ാം വാക്യം വായിക്കാം. 13:11 2 കൊരിന്ത്യ ലേഖനം 13:11 വായിക്കാം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ
അവിടെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ സഹോദരന്മാരെ എന്ന് അഡ്രസ്സ് ചെയ്തതിന് ശേഷം പൗലോസ് കൊരിന്തിലുള്ളതായ വിശ്വാസികളോട് പറയാണ്, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് എന്തുവാണ്, നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ മക്കൾ എന്തുവാണ്, എപ്പോഴും എന്തുവാണ്, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പറയാണ്, സന്തോഷിപ്പീന്. അതിനുശേഷം പറയാണ് യഥാസ്ഥാനപ്പെടുവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് എന്തുവാണ്, ഒരു യഥാസ്ഥാനപ്പെടണമെങ്കിൽ എന്തുവാണ്, യഥാസ്ഥാനപ്പെടണം. സഭയുടെ മെമ്പറായി ഇരുന്നുകൊണ്ട് കാര്യമില്ല, വല്ലപ്പോഴും ആരാധനയ്ക്ക് കടന്നു വന്നതുകൊണ്ട് കാര്യമില്ല. സന്തോഷിക്കണമെങ്കിൽ എന്തുവാണ്, ഒരു യഥാസ്ഥാനം നടക്കണം. ഹല്ലേലൂയ. യഥാസ്ഥാനപ്പെടുവീൻ. അതിനുശേഷം പറയാണ് ആശ്വസിച്ചു കൊള്ളുവീൻ. അപ്പോഴേ ഹല്ലേലൂയ ദൈവസന്നിധിയിലെ സന്തോഷിക്കും സാധിക്കും, ഒരു വ്യക്തിക്ക് യഥാസ്ഥാനപ്പെടുവാൻ സാധിക്കും. അതുമാത്രമല്ല ആശ്വസിക്കുവാൻ സാധിക്കും. ആശ്വാസം തരും നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അതാണ് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്തുവാണ്, ഒരാശ്വാസം. നമ്മുടെ ഹൃദയത്തിൽ എന്തുവാണ്, ദൈവം തന്റെ ആശ്വാസങ്ങളാൽ നമ്മളെ നിറയ്ക്കുന്നു. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവർക്ക് എന്തുവാണ്, ഒരാശ്വാസം വേണം. ഒരു രോഗത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുവാണ്, ഒരാശ്വാസം വേണം. ഹല്ലേലൂയ. ഒരു ഭാരത്തിലെ ആയിരിക്കുന്ന വ്യക്തിക്ക് എന്തുവാണ് ആവശ്യം, ഒരാശ്വാസം വേണം. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നിട്ട് പറയാണ് സമാധാനത്തോടെ ഇരിപ്പീൻ. അപ്പോഴേ അവിടെ ഒരു ആഹ്വാനം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, സമാധാനത്തോടെ ഇരിക്കണം, സമാധാനത്തോടെ ഇരിപ്പീൻ. അപ്പോഴേ ഒരു ദൈവ പൈതലിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമാധാനത്തോടെ ഇരിക്കണം. രണ്ടാമത് നമ്മൾ പറഞ്ഞല്ലോ, റിലേഷണൽ സമാധാനം, അല്ലെങ്കിൽ റിലേഷണൽ പീസ്, മറ്റുള്ളവരുള്ളതായ സമാധാനം. അതിനായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമാലേഖനം 12-ന്റെ 18-ാം വാക്യം. 12-ന്റെ 18-ാം വാക്യം. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിപ്പീൻ. ഇവിടെ പറയാണ് കഴിയും എങ്കിൽ നിങ്ങളാല് ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പിൻ. അപ്പോഴേ ഒരു എഫോർട്ട് ദൈവമക്കളത് മറ്റുള്ളവരുമായി സമാധാനത്തിൽ ആയിരിക്കാനായിട്ട് ഞാൻ നീ ഒരു എഫോർട്ട് എടുക്കണം. പലപ്പോഴും എന്തുവാണ്, സമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സമാധാനം നഷ്ടപ്പെടുത്തുന്നതായ ഒരു ലോകമാണ്. സമാധാനം നഷ്ടപ്പെടുത്തുന്നതായ വിഷയങ്ങൾ എന്തുവാണ് നമ്മുടെ ജീവിതത്തിൽ കടന്ന് വരാം. എന്നാൽ കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം എന്തുവാണ് സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പീൻ. ഹല്ലേലൂയ. അതാണ് കർത്താവ്. അതാണ് റിലേഷണൽ പീസ്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ളതായ സമാധാനം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 9 യേശുവിന്റെ പർവ്വത പ്രസംഗത്തില് യേശു ശക്തമായി വിളിച്ചു പറഞ്ഞതായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞു ഹല്ലേലൂയ, ഇങ്ങനെയാണ് യേശു പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ ഈ സമാധാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സമാധാനത്തെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഞാൻ പറയാറുണ്ട് പീസ് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം മുറിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സമാധാനത്തോട് സമാധാനം എപ്പോഴും എന്തുവാണ്, ഹല്ലേലൂയ, അതിനെ വലിയ കാര്യമാക്കാതെ എപ്പോഴും എന്തുവാണ് നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ ഇടപെടൽ കൊണ്ടും ഒക്കെ എന്തുവാണ് സമാധാനം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. സമാധാനം എനിക്ക് നിനക്ക് എന്തുവാണ് മുറിക്കാം. ഒരൊറ്റ വാക്ക് മതി ഒരു സമാധാനത്തോടെ ആയിരിക്കുന്ന ഒരു ഫാമിലിയെ തകർക്കുവാൻ. നമ്മുടെ ഒരൊറ്റ വാക്ക് മതി. ഹല്ലേലൂയ. സമാധാനത്തോടെ പോകുന്നതായ ഒരു കുഞ്ഞിനെ തകർക്കുവാൻ നമ്മുടെ ഒരു ഒറ്റ വാക്ക് മതി. സമാധാനത്തോടെ ആയിരിക്കുന്ന ഒരു ദൈവദാസനെ തകർക്കുവാൻ നമ്മുടെ ഒരൊറ്റ വാക്ക് മതി. അപ്പോഴേ നമുക്ക് സമാധാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ 3 തരത്തിലുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് എന്തുവാണ്, ഇംഗ്ലീഷ് പറയുമ്പോൾ പീസ് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം മുറിക്കുന്നവര്. അപ്പോഴും എന്താണ്, സമാധാനം നഷ്ടപ്പെടുന്നതായ രീതിയിലുള്ളതായ വാക്കുകളെ, സംസാരങ്ങളെ, രീതികൾ എന്തുവാണ് അവർ ഉയർന്നു വരും. അതെന്തുവാണ്, സമാധാനത്തെ മുറിച്ചു കളയും. മറ്റൊരു കൂട്ടരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പീസ് ഫേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് കൈ തരും. ഹല്ലേലൂയ, ആക്ട് ലൈക്ക്, അല്ലെങ്കിൽ സംസാരം കേട്ടാൽ ഞാനും ആ സഹോദരൻ തമ്മിൽ വലിയ സമാധാനമാണെന്നുള്ളതായ ഒരു ചിന്ത എന്തുവാണ് പുറമേ നമുക്ക് കാണിക്കാം, പുറമേ നമുക്ക് പ്രിറ്റൻഡ് ചെയ്യാം. അതിനാണ് പറയുന്നത് പീസ് ഫേക്കേഴ്സ്. നമുക്ക് ഫേക്ക് ചെയ്യാം, സമാധാനം ഉണ്ടെന്ന് നമുക്ക് പ്രിറ്റൻഡ് ചെയ്യാം, ആക്ട് ചെയ്യാം. എന്നാൽ സകല ഹൃദയങ്ങളെയും വായിക്കുന്നതായ
ഉള്ളതായ സകല ഹൃദയങ്ങളെയും അറിയുന്നതായ ദൈവം എനിക്ക് മറ്റൊരാളുമായി സമാധാനം ഇല്ല എങ്കിൽ ഞാൻ ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് റീഡ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം, സമാധാനം മുറിക്കുന്നവരാകരുത്. അപ്പോൾ തന്നെ സമാധാനം എന്താണ് ആക്ടും ചെയ്യല്ലേ. സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ് ആക്ട് നമ്മൾ ചെയ്യല്ലേ. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവരാണ് പീസ് മേക്കേഴ്സ്, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുന്നവര്. ഒരു ദൈവ പൈതലിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണ് പീസ് മേക്കേഴ്സ് ആയിരിക്കണം, സമാധാനം ഉണ്ടാക്കുന്നവര് ആയിരിക്കണം. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ പറഞ്ഞത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഒരു വലിയ ഭാഗ്യം തന്നെയാണ് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എബ്രായ ലേഖനം 12:14 നമ്മൾ വായിക്കുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാന് ഉത്സാഹിപ്പിൻ. അപ്പോൾ നമ്മളെ കൊരിന്ത്യ ലേഖനത്തിനും അത് തന്നെ വായിച്ചു. കഴിയുമെങ്കിൽ ആവോളം നമ്മൾ സമാധാനം മറ്റുള്ളവരുമായി ആചരിക്കണം. ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നത് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാന് ഉത്സാഹിപ്പീൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നതായ ശത്രു എപ്പോഴും എന്തുവാണ്, ഹല്ലേലൂയ, ഞാൻ നീയും എന്താണ് കാണാത്തതായ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ചില ഭവനങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകപ്പാട് കൺഫ്യൂഷൻ ആകും. അവിടെ നമ്മൾ കാല് കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എയറിൽ നിന്ന്, അവിടുത്തെ ആ വീടിൻ്റെ വായുവിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, സമാധാനക്കുറവ് ഉണ്ട് എന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ചിലപ്പോൾ നമ്മൾ പറയാറില്ല, സംസാരിക്കാറില്ല. എന്നാൽ പ്രിയമുള്ളവർ, എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, എൻ്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ പല സ്ഥലങ്ങളിലായിരുന്നപ്പോൾ അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ട് എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ കാണും. ചിലപ്പോൾ ഒരു വ്യക്തിക്ക് രോഗത്തിന്റെ കാഠിന്യമായിരിക്കും, വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, അത് അദ്ദേഹത്തിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്താം. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും, അത് അദ്ദേഹത്തിന്റെ സമാധാനത്തെ, അവരുടെ സമാധാനത്തെ ചിലപ്പോൾ എടുത്തു കളയാം. അല്ലെങ്കിൽ മറ്റൊരു കടഭാരമായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുഞ്ഞുങ്ങളുടെ ബന്ധത്തിലെ ഏതെങ്കിലും വിഷയമായിരിക്കും. അപ്പോൾ ആർക്കും എന്തുമാണ്, എപ്പോഴും എന്തുമാണ്, സമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകാമെന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. എന്നാൽ പലപ്പോഴും ഇത് എവിടുന്ന് വരുന്നു, എങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം, ഇതിന്റെ റൂട്ട് കോസ് എവിടെയാണ് ഈ സമാധാനം നഷ്ടപ്പെടുത്തുന്നതായ ശത്രുവിന്റെ ആ ഒളിച്ചിരിക്കുന്ന താവളം എന്തുവാണ്, പലപ്പോഴും എനിക്ക് നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ആ താവളം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് നമുക്ക് അതിനെ അടിച്ചോടിക്കുവാനായിട്ട് സാധിക്കാതെ നമ്മൾ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ എൻ്റെയും നിൻ്റെയും സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നതായ ആ റൂട്ട് കോസ് അതിൻ്റെ ആ വേര് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ മുറിച്ച് കളയുന്നുവെങ്കിൽ എന്തുവാണ്, സമാധാനം എന്നിൽ നിന്നും വാഴും. സമാധാനം നമ്മുടെ കുടുംബങ്ങളിൽ വാഴും, സമാധാനം നമ്മുടെ ഭവനങ്ങളിൽ വാഴും. അതുകൊണ്ടാണ് പലപ്പോഴും ശത്രു എന്തുവാണ്, നമ്മുടെ സമാധാനത്തെ കെടുത്തി സന്തോഷം ഇല്ലാതാക്കി എങ്ങനെയെങ്കിലും എന്തുവാണ്, ഹല്ലേലൂയ, നമ്മളെ ഒരു മൂലയ്ക്ക് ഒതുക്കി കൂട്ടുവാനായിട്ട്, ഒതുക്കി നിർത്തുവാൻ താല്പര്യപ്പെടുന്നതായ ഒരു ശത്രു ഉണ്ട്. അപ്പോൾ അവന്റെ അടവ് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ.